ആശ പോലെ മക്കളാവാൻ, ആശങ്കയില്ലാതെയാവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കണം. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു പ്ലാൻ. ഞാൻ ആ പ്ലാന് മുഴുവനായിട്ട് വിശദീകരിക്കാനൊന്നും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് വാക്കുകളിൽ അതിനെ എണ്ണിപ്പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒന്ന്, നമ്മുടെ മക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ പേര് അമിത മൊബൈൽ ഉപയോഗമാണ്. നിയന്ത്രിക്കണം. ഞാൻ എണ്ണി പറയുന്നത് മാത്രമേ ഉള്ളൂ. നിയന്ത്രിക്കണം. നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ അപകടമുണ്ടാകും. എന്താ സംശയം? കഴിഞ്ഞ കൊറോണ കാലത്ത് കോഴിക്കോട് എയർപോർട്ടിൽ ഒരു വിമാനം റൺവേ കടന്ന് നേരെ പുറത്തേക്ക് വന്ന് റോട്ടിലേക്ക് മൂക്ക് കുത്തി. കുറേ ആളുകൾ അതിൽ മരിച്ചു, കുറേ ആളുകൾക്ക് പരിക്ക് പറ്റി. ഇന്നും ഭേദമാവാത്ത പരിക്കുകളുമായ ആളുകൾ ജീവിക്കുന്നു. എയർ ഇന്ത്യ അന്വേഷണം നടത്തി. അവർ കണ്ടെത്തിയത് എന്താണെന്നറിയോ? പൈലറ്റിൻ്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോഴാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്നാണ്. ഒരു ബാപ്പയുടെ, ഉമ്മയുടെ, കുടുംബത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട മക്കളുടെ നിയന്ത്രണം, ആ നിയന്ത്രണം കാലത്തിനനുസരിച്ച ഒരു പുരോഗതിയോട് കൂടി നിങ്ങൾ നിയന്ത്രിക്കണം. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ വടിയെടുത്തും കണ്ണുരുട്ടിയും അടിച്ചും ഇടിച്ചും പേടിപ്പിച്ചുമൊന്നും പുതിയ തലമുറയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അവരെ ചേർത്തു നിർത്തി, കൂടെ നിർത്തി അവരിലൊരാളായി തീർന്നാൽ മാത്രമേ പുതിയ തലമുറയെ നിയന്ത്രിക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ രണ്ട് കാര്യം ഒരുമിച്ച് പറഞ്ഞു. ഒന്ന്, മൊബൈൽ ഉപയോഗം ശ്രദ്ധിക്കണം, അത് അമിതമാവാതിരിക്കണം. നിങ്ങളുടെ കുട്ടി എന്ത് കാണുന്നു, കേൾക്കുന്നു, എന്ത് വായിക്കുന്നു, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇടയ്ക്കൊരു ചെക്കിംഗ് ഒക്കെ നല്ലതാണ്. അല്ലെങ്കിൽ കുട്ടി കണ്ടതും കേട്ടതും കാഴ്ചപ്പാടായി മാറും. അപ്പോൾ ഒന്നാമത്തെ കാര്യം മൊബൈൽ ഉപയോഗമാണ്. രണ്ടാമത്തെ കാര്യം ഒരു നിയന്ത്രണം വേണം എന്നതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട്, കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു നിയന്ത്രണം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കുട്ടി മൊബൈൽ ഫോണിനകത്ത് ഇരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ മൊബൈൽ മഹാബോറാ കുട്ടിയെ സംബന്ധിച്ച്. കുട്ടിക്ക് വേറൊരു ഏർപ്പാടും ഒരു പണിയും ഇല്ലാത്തത് കൊണ്ടാണ്. ബാപ്പ വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് കാറ്റടിച്ച ഒരു ബോളെടുത്ത് മുറ്റത്ത് വെച്ച് മോനെ വിളിച്ചിട്ട്, നീ അപ്പുറത്ത് ഗോളി നിൽക്കടാ, ഞാനൊന്ന് അടിക്കട്ടെ എന്ന് പറഞ്ഞാൽ കുട്ടി മൊബൈലോട് വെച്ച് വരും. പക്ഷെ ബാപ്പാക്ക് ഇവിടെ തോണ്ടാൻ തന്നെ സമയമില്ല. പിന്നെ എങ്ങനെ ശരിയാവുക? ഉമ്മാക്ക് വീട് പണിയുടെ തിരക്കാണ്. അതുകൊണ്ട് ആധുനിക കാലത്ത് ഈ കുട്ടിയെ ചേർത്ത് പിടിക്കാനുള്ള സമയം, നിയന്ത്രിക്കാനുള്ള ഒരു മനസ്സ്, അത് കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചൊരു രൂപം നിങ്ങൾക്കുണ്ടാവണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി വേണ്ടത്, കുട്ടി ഉറങ്ങുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ചെറിയ കുട്ടീനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ചെറിയ കുട്ടിയും വലിയ കുട്ടിയും ഒക്കെ ഉറങ്ങുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഉറങ്ങി എഴുന്നേൽക്കാത്ത ഒരാൾക്കും മാനസിക ആരോഗ്യമുണ്ടാവില്ല. ഉറങ്ങുക എന്നത് പരമപ്രധാനാണ്. രാത്രി ഉറങ്ങണം, പകലുറങ്ങിയാൽ പോരാ. നിങ്ങളുടെ കുട്ടി, വിവാഹം കഴിക്കാത്ത ആൺകുട്ടി, വിവാഹം കഴിക്കാത്ത പെൺകുട്ടി, അവന് 25 വയസ്സായിക്കോട്ടെ, ആ പെൺകുട്ടിക്ക് 20 വയസ്സായിക്കോട്ടെ, അവളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടോ? രാത്രി 9 മണി മാക്സിമം. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 7 മണിക്ക് ഫോൺ വാങ്ങണം. പഠിക്കാത്ത കുട്ടി, വലിയ മോനാണ് എങ്കിൽ 9:30 മണിക്ക് ഓഫാക്കിയിട്ട് കൊണ്ടുവെക്കണം. എന്നിട്ട് അവൻ ഉറങ്ങി എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഉറങ്ങാതെ നടക്കുന്ന കുട്ടികളാണ് അസ്വസ്ഥരാകുന്നതും മാനസികമായി പ്രശ്നമുണ്ടാകുന്നതും മയക്കുമരുന്നിലേക്കും പോകുന്നത്. ഒരു കുട്ടി, ചെറിയ കുട്ടി 7-8 മണിക്കൂറും, ഒരു പ്രായപൂർത്തിയായ കുട്ടികൾ ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂറും രാത്രി ഉറങ്ങുന്നു എന്ന് ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് ഏറ്റവും വേണ്ടത് വ്യായാമമാണ്. ഓടണം, കളിക്കണം, ശരീരമിളകണം. അപ്പോഴേ കുട്ടിയുടെ ബുദ്ധിയും കുട്ടിയുടെ ശേഷിയും കുട്ടിയുടെ മനസ്സും കുട്ടിയുടെ കാര്യങ്ങളൊക്കെ വളരുള്ളൂ. നോക്കി, ഏറ്റവും മോശം എന്താ കുട്ടി? ആ ചോദ്യം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി നിങ്ങളോട്. നമ്മുടെ കുട്ടിക്ക് ഏറ്റവും മോശം എന്താ? ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കുട്ടിയുടെ ശാരീരിക വളർച്ച, ബുദ്ധി വളർച്ച, മാനസിക വളർച്ച, 3 വളർച്ച ഞാൻ പറഞ്ഞു. സാമൂഹിക വളർച്ച, സാൻമാർഗിക വളർച്ച, മൊറാലിറ്റി, മോറൽ ഡെവലപ്മെൻറ്റ്. ഞാൻ 5 എണ്ണി. എന്തൊക്കെയാണ് എണ്ണിയത്? കുട്ടിയുടെ ശരീരം, മനസ്സ്, കുട്ടിയുടെ ശരീരം വളരും, മനസ്സ് വളരും, ബുദ്ധി വളരും. പിന്നെന്താ? സാമൂഹിക വളർച്ച, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, മോറൽ ഡെവലപ്മെൻറ്റ്, സാൻമാർഗിക വളർച്ച. 5 എണ്ണി. നിങ്ങളിങ്ങനെ ചിന്തിച്ച് നോക്ക്, ഇതിൽ നമ്മുടെ കുട്ടി ഏറ്റവും പിറകിൽ നിൽക്കുന്നത് ഏതില? നമ്മുടെ കുട്ടിക്ക് നല്ല ആരോഗ്യമാണ്.
ഞാനും നിങ്ങളും ജീവിച്ച പോലെ റേഷൻ പീടികയിൽ നിന്ന് മണമുള്ള അരി വാങ്ങി പുഴുങ്ങി അതിൻ്റെ വറ്റ് മുഴുവൻ കുട്ടികൾക്ക് കൊടുത്ത് വെള്ളം കുടിച്ച് കഴിഞ്ഞ ഒരു കാലപ്പല്ല. ഇപ്പോൾ കുട്ടിക്ക് മന്തിക്ക് മന്തി, ബിരിയാണിക്ക് ബിരിയാണി, ഇറച്ചിക്ക് ഇറച്ചി, മീനിന് മീൻ, പള്ള നിറച്ചും തിന്നാൻ കൊടുത്തിട്ട് കുട്ടിയൊക്കെ ബും നിറഞ്ഞ് നിൽക്കണ്. അതുകൊണ്ട് കുട്ടിക്ക് ശാരീരിക വളർച്ച ഇനി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കുട്ടിയുടെ മാനസിക വളർച്ച നോക്കേണ്ട കാര്യമില്ല. കുട്ടിയുടെ ബുദ്ധി പാരബുദ്ധിയാണ്, A+കൾ കൊണ്ട് നിറയാണ്. ഇല്ലാതെ പോകുന്ന രണ്ടെണ്ണം. ഒന്ന്, കുട്ടിയുടെ സാമൂഹ്യ വളർച്ച. ഒരു കുട്ടിക്കും സ്വന്തം പെറ്റ ഉമ്മയെപ്പോലും സഹിക്കാൻ, ടോളറൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, സഹിഷ്ണുതയില്ലാത്ത മക്കൾ. ഒരു കുട്ടി തൻ്റെ സഹോദരനെ എനിക്ക് ഇഷ്ടമല്ല എന്നാ കൗൺസിലിംഗിൽ എന്ന് പറയുന്നത്. എൻ്റെ അനിയൻ എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ പെങ്ങളെ ഇഷ്ടമല്ല, വെറുപ്പിക്കല്. ഈ ചങ്ങാതിക്ക് ഒരു സ്വന്തം കൂടപ്പിറപ്പിനെ സഹിക്കാനുള്ള സഹിഷ്ണുതയില്ല കൂട്ടരെ. ഇവനെങ്ങനെയാ ലോകത്ത് ജീവിക്കുക? ബാപ്പനെ സഹിക്കാൻ പറ്റില്ല, ഉമ്മനെ സഹിക്കാൻ പറ്റില്ല. ഇവനാകെ അസ്വസ്ഥനാവുന്നു. എന്നിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ഉപ്പനോട് പറയാണ്, ഞാൻ പോവുക. എങ്ങോട്ടാ മോനെ? ബാംഗ്ലൂര്. പിന്നെ ബാംഗ്ലൂരിൽ +2 കഴിഞ്ഞാലോ ഞാൻ അമേരിക്കക്ക്, കാനഡയ്ക്ക്. വീട്ടിൽ നിന്നൂടാ. അസ്വസ്ഥമായവർ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്തിനാ ഈ കുട്ടികളെ പോറ്റിയേ നമ്മൾ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ നമ്മുടെ ആശ പോലെ മക്കളാവാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കുട്ടി നന്നായി കളിക്കണം. അവൻ്റെ സഹോദരങ്ങളോട് ചേർന്ന് ഒരുമിച്ച് കളിക്കണം. മൊബൈൽ ഫോണിനകത്തല്ല. ആ കളിയിലൂടെയാണ് അവൻ തോൽക്കാൻ പഠിക്കുക. ആ കളിയിലൂടെയാണ് അവൻ ടോളറൻസ് പഠിക്കുക. ആ കളിയിലൂടെയാണ് അവൻ സാമൂഹിക വളർച്ച നേടുക. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല വ്യായാമം കൊടുക്കാൻ ഉമ്മ ശ്രദ്ധിക്കണം. വെള്ള ടൈൽസ് ഇട്ട വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിങ്ങനെ മിന്നിത്തിളങ്ങുന്നത് നോക്കി എൻ്റെ വീടിൻ്റെ വൃത്തി എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരിത്തിരി ചെളിയായിക്കോട്ടെ വീട്ടിൽ, മക്കൾ തിളങ്ങട്ടെ. അവരുടെ കൂടെ സമയം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കണം. അടുത്ത പരിഹാരം അതാണ്. കുട്ടികൾക്ക് നിങ്ങൾ ചെലവാക്കണം, കുട്ടികൾക്ക് വേണ്ടി ചെലവാക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, നമുക്കതിനല്ലേ പണി, അധ്വാനിക്കുക, കുട്ടിക്ക് വേണ്ടി ചെലവാക്കുക അല്ലേ? പക്ഷേ ചെലവാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ കയ്യിലെ പണം മാത്രമല്ല, നിങ്ങളുടെ സമയം കൂടിയാണ്. മൊബൈൽ ഫോൺ ഓഫാക്കി വെച്ച് വീട്ടിനകത്ത് കയറി വന്നാൽ ആ ഫോൺ ബെഡ്റൂമിൽ കൊണ്ട് കമിഴ്ത്തി വെച്ചിട്ട് മക്കളെയും ഭാര്യയെയും ചേർത്ത് പിടിക്കുന്ന, ഒരുമിച്ചിരിക്കുന്ന ഒരു വീടാകുമ്പോഴാണ് നമ്മുടെ കുട്ടി നമ്മുടെ ആശ പോലെ വളരൂ. അല്ലെങ്കിൽ ആശങ്കയാണവർ. വലിയ പ്രശ്നമാണ്. ആര് നമുക്കെതിരെ വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും. എൻ്റെ നേരെ ഒരുത്തം വന്ന് എന്താടാന്ന് ചോദിച്ചാൽ അവൻ്റെ മൂക്കിൻ്റെ മുകളിൽ മൂക്ക് മുട്ടിച്ച് വെച്ച് ഞാൻ ചോദിക്കും, നീ ആരാടാന്ന്? നിങ്ങൾ ചോദിക്കൂലേ? ആരും വന്നോട്ടെ നമുക്ക് നേരെ, എത്ര ആള് വന്നാലും നമ്മളിങ്ങനെ നിന്ന് പറയും വാടാ. സ്വന്തം മക്കള് നമുക്കെതിരെ തിരിഞ്ഞാൽ ഒരു ബാപ്പാക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. ബാപ്പ തോറ്റു പോവുക മക്കൾ തിരിയുമ്പോഴാണ്. ഉമ്മ തോറ്റു പോവുക മക്കൾ ഉമ്മക്കെതിരെ തിരിയുമ്പോഴാണ്. കോടതി മുറിയിലെ കൂട്ടിൽ കയറി നിന്നിട്ട് എന്നെ 18 കൊല്ലക്കാലം പെറ്റ് പോറ്റി വളർത്തിയ ഉമ്മ, എന്നെ 18 കൊല്ലക്കാലം ഇങ്ങനെ ചെലവ് കഴിച്ച് വളർത്തിയ ബാപ്പാനെ വേണ്ട എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് ഒരുത്തൻ്റെ കയ്യും പിടിച്ച് കുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ, മുഖം പോലും തരാതെ ഇറങ്ങിപ്പോകുമ്പോൾ ഉമ്മാൻ്റെ കണ്ണീന്ന് കണ്ണീന്ന് വരുന്നത് ചോരയിരിക്കും. നമുക്ക് നഷ്ടപ്പെട്ടത് 18 കൊല്ലാണെന്ന് ഓർക്കണം. അവിടെയാണ് നമ്മൾ ഈ കുട്ടിയുടെ ചേർത്ത് പിടിക്കാനും കൂടെ ഇരിക്കാനും സമയം കൊടുക്കാനും ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്താ, ഞാൻ അവസാനിപ്പിക്കാൻ, വികാരങ്ങൾ. കുട്ടിയുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ നിങ്ങളൊരു അവസരം കുട്ടിക്ക് കൊടുക്കണം. കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടാവും? നിരാശ, കോപം, സങ്കടം ഒക്കെ കുട്ടിക്കുണ്ടാവും. ഇതൊക്കെ ഏറ്റുവാങ്ങാൻ, ഇതൊക്കെ പ്രകടിപ്പിക്കാൻ വീട് ഒരു കേന്ദ്രമാവണം. ഇത് കുട്ടി പോയിട്ട് വേറൊരാളോട് പ്രകടിപ്പിക്കരുത്. കുട്ടിക്ക് ദേഷ്യം പിടിച്ചാൽ കുട്ടി ഉമ്മനോട് ദേഷ്യപ്പെടട്ടെ. അപ്പോൾ ഉമ്മ അതിനെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യണം. തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടല്ല. കുട്ടീൻ്റെ കൂടെ ചെന്നിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അവനെ സമാധാനിപ്പിച്ച്, എന്താണ് പ്രശ്നം? കുട്ടിയുടെ അടുത്ത ആളാവാൻ ഉമ്മക്ക് കഴിയണം. ആധുനിക ലോകത്തെ പാരന്റിങ് ആവശ്യപ്പെടുന്നത് അവിടെയാണ്. ഈ വികാരങ്ങൾ കൃത്യമായി പ്രകടിപ്പിക്കാത്തവർക്കാണ് ഈ മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുക. അവർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്രഷനിലേക്ക് പോവുക. ഇനിയോ, ഒരു നല്ല അച്ചടക്കമുള്ള വീട്, ഒരു റുട്ടീനുള്ള വീട്. എന്താ റുട്ടീൻ എന്ന് പറഞ്ഞാൽ? ഒരു ദിനചര്യയുള്ള വീട്. എഴുന്നേൽക്കാൻ നമ്മുടെ കുട്ടികൾക്കൊരു സമയം വേണം. ഉറങ്ങാൻ നമ്മുടെ വീട്ടിനകത്തൊരു സമയം വേണം. ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ നമ്മുടെ വീട്ടിനകത്തൊരു സമയം വേണം. ഒരുമിച്ചിരിക്കാൻ നമ്മുടെ വീട്ടിനകത്തൊരു സമയം വേണം. മക്കള് നിങ്ങൾ ആശിച്ച പോലെ
ആയിത്തീരുക എപ്പോഴാണ്? നിങ്ങൾ നോക്കൂ, നിങ്ങൾ നമ്മുടെ വീട്ടിനകത്ത് ഇതൊന്നും ഇല്ലല്ലോ. ടൈം ടേബിളൊക്കെ സ്കൂളിലാണ്, വീട്ടിലില്ല. നിങ്ങളുടെ വീട്ടിൽ ടൈം ടേബിൾ ഉണ്ടോ? നിങ്ങളുടെ മക്കൾ എഴുന്നേൽക്കാൻ സമയമുണ്ടോ? മക്കൾ ഉറങ്ങാൻ സമയമുണ്ടോ? ഭക്ഷണം കഴിക്കാൻ 1.5 മണിക്ക് ഉമ്മ ഭക്ഷണം വിളമ്പും, എല്ലാവരും ടേബിളിലെത്തണം, സമയമുണ്ടോ? വൈകുന്നേരം ബാപ്പ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളെ ചേർത്ത് സോഫയുടെ മുകളിലൊന്ന് ചേർന്നിരിക്കാൻ സമയമുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ പരിതപിച്ചു കൊണ്ടേയിരിക്കുന്നു. കാലഘട്ടത്തിൽ കുട്ടികൾ ഇങ്ങനെ തെറ്റിപ്പോകുന്നു എന്ന്. അതിൻ്റെ പരിഹാരത്തിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം. നിങ്ങളുടെ രക്ഷാകർതൃത്വത്തിൻ്റെ രീതിശാസ്ത്രം മാറണം. നമ്മളും നമ്മുടെ മക്കളും ചേർന്ന് ആധുനിക ലോകത്തെ പുതിയ നവലിബറൽ ചിന്തകളുടെ കുത്തൊഴുക്കിൽ നമ്മുടെ കുട്ടി പെട്ടുപോവാതെ അവനെ പിടിച്ചു നിർത്തണം. അവളെ